ആ അന്ധകാരമുണ്ടായപ്പോൾ അർജുനനാകെ പേടിച്ചുപോയി. കൃഷ്ണൻ പറഞ്ഞു, നിൽക്ക്, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, മേ ഹുന എന്ന് പറഞ്ഞതുപോലെ ഞാനുണ്ടല്ലോ കൂടെ. നമുക്ക് ചില ഭരണാധികാരികൾ നമുക്കങ്ങനെ ഉറപ്പ് തരുന്നുള്ളൂ, ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഞാനുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഉറപ്പ് കൊടുത്തിട്ട് കൃഷ്ണൻ രഥത്തെ വരുത്തി. ആ രഥം 4 കുതിരകൾ വരിക്കുന്ന രഥമാണ്. ശൈബ്യനും സുഗ്രീവനും മേഘപുഷ്പനും വലാഹകനും വഹിക്കുന്ന ആ രഥം. ആ രഥത്തിൽ കയറി ഇവർ യാത്ര ചെയ്തു. പക്ഷേ ആ രഥം കടക്കേണ്ട വലിയ ഇരുട്ടില്ലേ, ആ ഇരുട്ട് കടക്കുവാൻ ഈ കുതിരകൾക്ക് പോലും കഴിഞ്ഞില്ല. ഭഗവാന്റെ കുതിരകൾക്ക് പോലും കഴിയാതായപ്പോൾ സുദർശന ചക്രം പ്രയോഗിച്ച് അവിടെ വലിയ ഒരു ജ്യോതി ഉണ്ടാക്കി. അതിനെ ബ്രഹ്മജ്യോതി എന്നാണ് വിളിക്കുന്നത്. ആ ബ്രഹ്മജ്യോതി ഉണ്ടാക്കി അവിടെ ആ ബ്രഹ്മജ്യോതി ഉണ്ടാക്കി അതിലൂടെ കടന്ന് ഇവരിങ്ങനെ ചെന്ന് ഈ ബ്രഹ്മജ്യോതിക്ക് അപ്പുറത്തേക്ക് ഉള്ള അവസ്ഥയിലെത്തുമ്പോൾ അർജുനൻ്റെ കണ്ണുകളൊക്കെ പ്രകാശം കൊണ്ട് കാണാൻ വയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയാണ് അറിവിൻ്റെ പരമാവധിയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും, പ്രകാശം കൊണ്ട് കാണാൻ വയ്യാത്ത അവസ്ഥ. അപ്പോൾ അർജുനനാകെ കണ്ണു പൊത്തിയിട്ട് പറഞ്ഞു, കൃഷ്ണ, എനിക്കൊന്നും കാണാനാവുന്നില്ല, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അതാണ് കൃഷ്ണൻ പറഞ്ഞു, ഞാനില്ലേ കൂടെ. അങ്ങനെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഈ ശക്തി, ഈ പ്രകാശം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, എൻ്റെ ശക്തിയുടെ ഒരംശം മാത്രമാണ്. അർജുനൻ ഇങ്ങനെ അന്തം വിട്ടിരുന്നു. ഞാൻ ഈ കണ്ടത്, ഈ പ്രകാശം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയുടെ ഒരു അംശം മാത്രമാണെങ്കിൽ ഭഗവാൻ ആരാണ്? അർജുനന് വിശ്വാസം കൂടി. അങ്ങനെ ഇവർ ചെന്ന് വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ? വൈകുണ്ഠത്തിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ വൈകുണ്ഠം ഒരു വലിയ മഹാസാഗരമാണ്. ആ സാഗരം പെട്ടെന്ന് പ്രക്ഷുബ്ധമായി. അപ്പോഴും അർജുനൻ ഭയന്നു. കൃഷ്ണൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അങ്ങനെ ആ കൃഷ്ണൻ അപ്പോഴും അർജുനനെ സമാധാനിപ്പിച്ചിട്ട് ഈ പ്രക്ഷുബ്ധമായ ആ പ്രദേശത്തെ, ആ സാഗരത്തെ ശാന്തമാക്കിയിട്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന എന്താ? ഉഗ്രരൂപിയായ സഹസ്രശീർഷനായ ആ അനന്താവതാരം അവിടെ നിൽക്കുകയാണ്. ഈ അനന്തനിങ്ങനെ ആരെയും പേടിപ്പിക്കുകയും, കാരണം എന്താ? ഇവിടെ യോഗനിദ്രയിൽ കിടക്കുകയാണ് ഭഗവാൻ. യോഗനിദ്രയിൽ കിടക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടിയാ, ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഉജ്ജ്വലമായി ആ ശേഷന്റെ കണ്ണുകളെ കുറിച്ചൊക്കെ അതിനകത്ത് വർണ്ണിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പേടിച്ച് തരിച്ചു പോകും. അത്രമാത്രം ഗംഭീരമായിട്ടാണ് അതിനെ ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ഇങ്ങനെ ആ യോഗനിദ്രയിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വിഷ്ണു പറയാം, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളെ കാണുവാൻ വേണ്ടി, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുവാൻ വേണ്ടി. ആരെ രണ്ടുപേരെയും? അർജുനനെയും കൃഷ്ണനെയും മാത്രമല്ല, ആത്മീയതയും ഭൗതികയും ചേർന്ന, കായബലവും മനബലവും ചേർന്ന ഒരു 2 ശക്തി. ആ ശക്തി എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിനെ സംരക്ഷിക്കുവാനുള്ള ശക്തി. ആ ശക്തിയെ ഒരുമിച്ച് കാണുവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നതാ. ദാ കുഞ്ഞുങ്ങൾ നിൽക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിശ്വരൂപം കാണിക്കുന്നതിന് മുമ്പ് അർജുനനെ കാണിച്ചു കൊടുത്ത ഒരു വിശ്വരൂപമുണ്ട്. ആ വിശ്വരൂപം നമുക്ക് നാരായണീയ പാരായണത്തിൽ ഭഗവാനെ കാണാൻ, അതിലൂടെ കാണാൻ നമുക്ക് എപ്പോൾ കഴിയുന്നു, അപ്പോഴാണ് നമ്മുടെ നാരായണീയ പാരായണം പൂർണ്ണമാകുന്നത്. വരികൾക്കിടയിൽ അർത്ഥം തിരികെ വെച്ച് വലിയ വേദപണ്ഡിതനായിരുന്ന, വലിയ സംസ്കൃത പണ്ഡിതനായിരുന്ന, വൈയാകരണനായിരുന്ന, പ്രക്രിയാ സർവസ്വം എന്ന് പറയുന്ന ലോകോത്തരമായ വ്യാകരണ ഗ്രന്ഥം വ്യാഖ്യാനിച്ച മേൽപ്പത്തൂർ, അദ്ദേഹം നമുക്ക് ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ നാരായണീയത്തിലെ ഓരോ ദശകങ്ങളിലും, ഓരോ വരികളിലും, ഓരോ വാക്കുകളിലുമുണ്ട്. നാരായണീയത്തിലെ ശ്ലോകങ്ങൾ ഓരോന്നും ബീജമന്ത്രാക്ഷരമടങ്ങിയതാണ്. അത് തെറ്റായിട്ട് ഉച്ചരിച്ചാൽ ഉണ്ടാകുന്നത് അപകടമാണ്. അത് ശരിയായി ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ധന്യത മറ്റൊന്നാണ്. അതുകൊണ്ടാണ് നാരായണീയ ഗ്രന്ഥം സംസ്കൃതത്തിൽ നിന്ന് മറ്റ് പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യാൻ ചെയ്തപ്പോഴും അവർക്കാർക്കും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തെ പ്രസ്ഫുരിപ്പിക്കുവാൻ കഴിയാതെ പോയത്. അങ്ങനെ വളരെ വിശാലമായ, വളരെ വിപുലമായ അർത്ഥങ്ങളും അർത്ഥാന്തരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ നാരായണീയത്തെ പഠിക്കുവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടി മാറ്റിവെക്കണം. പാരായണം ചെയ്ത് ഹൃദിസ്ഥമാക്കുന്ന ഈ നാരായണീയത്തിൽ നിന്ന് നമുക്ക് ഭഗവാന്റെ നിഷ്കളങ്കമായിട്ടുള്ള നിഷ്കളോപാസനയിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിച്ചേർക്കുവാൻ, നമ്മുടെ ശരീരത്തിനെ അതിന് സജ്ജമാക്കുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രയത്നം കൂടി നാം നടത്തേണ്ടതുണ്ട്. അങ്ങനെ